ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ട് സ്പൈസി ആയിട്ടുള്ള പനീർ മട്ടർ പുലാവ് കൊണ്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം, സപ്പോർട്ട് തരാം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ പനീറാണ്. 1 കിലോൻ്റെ പാക്കാണിത്. അതിൽ നിന്ന് നമ്മൾക്ക് ഒരു ഹാഫ് എടുക്കുക, 500 ഗ്രാം മാത്രം ഞാൻ എടുത്ത് മാറ്റി വെക്കുക. അത് നല്ലതുപോലെ അതൊന്ന് ഒരു ട്യൂബ്സായിട്ട് നല്ലതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതേ രൂപത്തിൽ വേണം നമ്മൾക്ക് പുലാവിന് നമ്മൾക്ക് പനീർ കഷ്ണങ്ങളാക്കാൻ. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മസാല തേച്ച പനീർ മൊത്തത്തിൽ അതിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് 2 വശവും ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾക്ക് ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പ്, പിന്നെ അതുപോലെ തന്നെ ഏലക്കായ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളിയിപ്പ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അത് ഫ്രൈ ചെയ്ത് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു സവാളയും 2 പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വരുമ്പം നമ്മൾക്ക് അതിലേക്ക് ഒരു തക്കാളിയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വരണം. അതെല്ലാം തന്നെ കംപ്ലീറ്റ് നല്ലതുപോലെ എല്ലാം ഉടഞ്ഞിട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. എല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുക്കണം. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ ഉള്ളി, തക്കാളി അതേപോലെ എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്നതിന് ശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂണ് മുളക്, പിന്നെ 1/2 ടീസ്പൂണ് ഇതാണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് ഇളക്കി മസാലേൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയും അരിഞ്ഞതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈര് തന്നെയാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത് വെച്ച പനീറും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കെടുക്കാം. എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. അത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതെടുത്തിരിക്കുന്നത് 3 കപ്പ് ബാസ്മതി അരിയാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ നെയ്യിൽ കടന്ന് എല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 6 കപ്പ് വെള്ളവും ചേർത്ത് അതിലേക്ക് ഉപ്പും നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 1 വിസിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മളെ പുലാവൊക്കെ ഒരു വിസിലിട്ട് ഞാൻ കുറേ വിസിലൊക്കെ പോയപ്പം തുറന്ന് നോക്കിയതാണ്. അടിപൊളിയായിട്ട് നമ്മളെ പുലാവ് വന്നിട്ടുണ്ട്.
നല്ല സ്പൈസി ആയിട്ടുള്ളതും അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ പനീറിനെ കൊണ്ട് ഇതേപോലെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇതായിരിക്കും. ഇനി നമുക്ക് ഇതൊന്നൊരു വേറൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. നിങ്ങൾക്ക് എൻ്റെ ഈ സ്പൈസി ആയിട്ടുള്ള പനീർ മട്ടർ പുലാവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ലൈക്ക് തരാം, സപ്പോർട്ട് തരാം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, നമ്മൾക്ക് ഇനിയും ഞാൻ ഇതേപോലെയുള്ളൊരു നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നമ്മൾ ഇതിലേക്ക് നമുക്ക് പുലാവിന് വേണ്ടി നമുക്ക് കുറച്ച് തൈരൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനിയും ഞാൻ വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.